السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കിതാബ് തൗഹീദ് ക്ലാസ് നമ്പർ 10. ഇന്നത്തെ വിഷയ അള്ളാഹു അല്ലാത്തങ്ങളുടെ പേരിൽ അർക്കിടെ ജാനുവാറത് അർക്കിടെ വിഷയത്തെ ഹുക്കുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖുർആന്റെ ഇബാദത്തെ വിഷയത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു ചൊല്ല قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. നബിയെ തങ്ങ ചൊല്ലറു, നന്റെ നിസ്കാര, നന്റെ എല്ലാ ഉബൂദിയത്തും, നന്റെ ജീവനവും നന്റെ മരണവും എല്ലാ റബ്ബുൽ-ആലമീനായ രക്ഷിതാവായ അള്ളാഹു കയറ്റിക്ക്. അവന്റെ ആരും ശരീക്കില്ല. അവന് നമുക്ക് ഹുക്കും തന്നതാ. നന്റെ എല്ലാ വിഷയവും ഇതാഅത്തും നന്റെ വിധേയത്വവും എല്ലാം അവന് കയറ്റിക്കരുത് ചൊല്ലൊരു നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻആമിന്റെ 162-163 ആയത്തിൽ ചൊന്നത്. ഈ ആയത്തിലൂടെ വന്നത് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്താക്കളുടെ വിഷയത്തില് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇബാദത്തിൽ പെട്ടതേക്ക് അറിവ് ചെല്ലത്. ഇത് നക്കല്ലാണ്ട് വേറെ ആളും ആർക്കും തീരാ. അങ്ങനെ വേറെ ആളെ പേര് ഉച്ചരിച്ചിട്ട് അർത്ഥണ്ടായെങ്കിൽ അതെന്താവുള്ളൂ? അത് അള്ളാഹു അല്ലാത്ത വേറെ ഒരാൾക്ക് അറിവാവുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലാം. ولا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق وإن الشياطين ليوحون إلى أوليائهم ليجادلوكم وإن أطعتموهم إنكم لمشركون. ولا تأكلوا نية مما لم يذكر اسم الله عليه. അള്ളാഹുടെ പേര് ചെല്ലാത്ത യാതൊരു ആഹാരവും നിങ്ങൾ തിന്നുകുത്തീരാ. അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ല വഇന്നഹു ലഫിസ്ഖുൻ, അത് ഖണ്ഡിതമായിട്ടും ഫിസ്കായിട്ടിക്കര്, പാപമായിട്ടിക്കര്, ദോഷമായിട്ടിക്കര്. ശൈത്താനിൽപ്പെട്ട മനുഷ്യമാരാവട്ടെ ജിന്നുമാരാവട്ടെ ലയൂഹൂന ഇലാ ഔലിയായിഹിം, അങ്ങനെ ചെങ്ങായിമാർഗനെ ചൊല്ലാറ്, പ്രേരണയാക്കിടാറ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഗലാട്ടാക്കണു, ഈ വിഷയത്തിൽ നിങ്ങൾ ചർച്ചാക്കണു, ഈ വിഷയത്തിൽ നിങ്ങൾ തർക്കാക്കണു. ഇങ്ങനെ നിങ്ങ അങ്ങ ചെന്ന പോലെ ഇന്ന് അങ്ങോട്ടു നിങ്ങ അങ്ങ് ഭയപ്പെട്ടെങ്കിൽ അള്ളാഹുക്കളുടെ ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങൾ മുശ്രിക്കുമാരായി പോവാറുണ്ട്. നാച്ചുകളുടെ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ല. ഇവിടെ വിഷയം നിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുടെ പേരിൽ അർത്ഥ വിഷയത്തിൽ കയറ്റിക്കലോട് മുഖ്യ ഉദ്ദേശം അള്ളാഹു അല്ലാണ്ട് ആറ് കർച്ചുണ്ടായെങ്കിലും ഒരു പക്ഷെ അവന് ബിസ്മില്ല ചെന്നിട്ടിക്കുക എന്നിട്ടായിരുന്നു അത് നിങ്ങൾ തിന്നുക തീരാണ്ടായിട്ടിക്കൽ ഇവിടെ ഉദ്ദേശമുള്ളത്. കാരണം അത് ഫിസ്കായിട്ടിക്കൽ ഒരു കാഫിറവന് ബിസ്മില്ല ചെന്നിട്ട് അർത്ഥം തിന്നുക തിന്നില്ല.
ബിസ്മില്ല ചൊല്ലതല്ല വിഷയവിടെ അവന്റെ എത്തിക്കാതായിട്ട് വിശേഷമായിട്ടുള്ളത്. ആ എത്തിക്കാതില് നന്റെ നിസ്കാര, നന്റെ അറിവ്, നന്റെ സർവസ്വവും അള്ളാഹു കഴിച്ചിക്കലുകളുടെ എത്തിക്കാതുകൊണ്ട് തിരുവേണം. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി, നന്റെ ഇബാദത്തും നന്റെ അറിവും നന്റെ ഹയാത്തും നന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു കഴിച്ചിക്കൽ. ഇത് അവന്റെ മനസ്സിലെ ആഴത്തിലുള്ള എഴുത്തിക്കാതായിരിക്കും. ഇത് ബ്രെയിൻ ഓർ മനുഷ്യൻ. അപ്പൊ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞാനിപ്പോ രണ്ടാമത്തെ ഓതി ആയത്തെ വിഷയത്തില് അള്ളാഹുടെ പേര് എടുക്കാത്ത ഏത് ആഹാരവും ബിസ്മി ചെല്ലാത്ത ഏത് ആഹാരവും ഹറാം എത്തിക്കലുണ്ട്. ഈ ആയത്തിലെ ഉദ്ദേശം അതിൽ അങ്ങനെ ബണ്ടു അയൻടേങ്ക ചെമ്മ ഫുഖഹാക്കന്മാര് ഇതിലെ അറിവ് മാത്രം സീമിതാക്കിയത് വേറെ ആഹാരത്തിൽ എടുക്കുക ആവില്ലാണ്ടിരുന്നതാണ്. ഇമാം മാലിക് ചൊല്ലു, അള്ളാഹുടെ പേര് ഉദ്ദേശപൂർവകമായിട്ടോ മറന്നിട്ടോ ബുട്ടൻടായെങ്കിൽ അറക്കുമ്പോഴത്തേക്കും അത് ഹറാമായിട്ടിക്കടതിൽ തിന്നലുണ്ട്. അബൂ ഹനീഫ റഹ്മഹുല്ലാ ചൊല്ലു, ഉദ്ദേശപൂർവകമായിട്ട് അതിൽ ബുട്ടൻടായെങ്കിൽ ഹറാമും മറന്നുപോയണ്ടായെങ്കിൽ അത് ഹലാലുമായിട്ടിക്കുന്നുണ്ട്. ഇമാം ഷാഫി ചൊല്ലു, ഒരു അർക്കലവനു അവನು യോഗ്യനായിട്ട് വേണം. പിന്നെ ഉദ്ദേശപൂർവകമായിട്ടോ തപ്പിട്ടോ ബിസ്മി ചൊല്ലു ബുട്ടുണ്ടായെങ്കിൽ അത് ഹലാലായിട്ടിക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലതും ഹലാലാക്കി തന്നത്. അതിൽ പിന്നെ അത് ഹലാലായിട്ടിക്കരുത്. അതൊരു മൂമിനായ മനുഷ്യൻ മറന്നിട്ടോ മറക്കാതെയും ബിസ്മി ചെല്ലാണ്ടോ അർത്ഥം ടൈം ഒരു മൂമിനായിട്ട് വേണം. അവനർത്ഥം ടൈം ഇത് തിന്നാൻ. ഈ വിഷയത്തില് ഇമാം ഷാഫിയുടെ വിഷയത്തില് ഫിസ്ക് ചെല്ലപ്പെട്ടില്ല. മുസ്ലിം ബിസ്മില്ല മറന്നെങ്കിൽ അത് ഫിസ്ക് ആവില്ലാണ്ടായിരിക്കുന്നത് ഇമാം ഷാഫിയുടെ അഭിപ്രായം. അതെല്ലാം ചർച്ച ചെന്നുണ്ടോ? ആ ചർച്ചയ്ക്ക് ഞാൻ പോകുന്നില്ല. മൊത്തത്തിൽ അള്ളാഹുടെ പേര് അല്ലാണ്ട് എടുത്തിട്ടായെങ്കിലും എഴുത്തിക്കാതെ കൊണ്ടിട്ടോ അള്ളാഹു അല്ലാണ്ട് എന്നിട്ടായെങ്കിൽ അത് തിന്നത് മേലെ മേലെ ഹറാമായിട്ടിക്കല്, അത് ശിർക്കായിട്ടിക്കല്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ല, ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇങ്ങ നിസ്കരിക്കൂ, അള്ളാഹുടെ പേരിൽ നിങ്ങ അറിവാക്കൂ. അലി റളിയല്ലാഹു അൻഹു തൊട്ടിട്ടൊരു മറുപടിയുണ്ടു. മറ്റ് 4 വിഷയത്തിൽ എന്താക്കി അള്ളാഹുടെ റസൂൽ കൽപ്പിച്ചത്, ഹദ്ദസനി റസൂലുള്ളാഹി ബി അർബഇ കലിമാത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുകൾ ലഅനത്താക്കിയത് ഈ 4 കലിമത്തിൽ മനുഷ്യർ. മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹുടെ ബുട്ടിട്ട് അർത്ഥണ്ടായെങ്കിൽ ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, ഉമ്മ അബ്ബകു ലാനത്ത് ചെയ്ത ആളും അള്ളാഹു ലാനത്താക്കിയ. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ, ഒരു ഇല്ലാത്ത വിഷയത്തെ ഇസ്ലാമിൽ ശരീഅത്ത് പുതിയതായിട്ട് കൊമ്പന്റെ ഒരു വ്യക്തിയും അള്ളാഹു ലാനത്താക്കിയ. ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർദി, ഭൂമിയിലെ മനാറത് നിശാനിടത് പിന്നെ അതിലെന്താക്കുന്നത് ഇല്ലാണ്ടാക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ വ്യക്തിയും എന്താക്കില്ല ലാനത്താക്കിയാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ അവನು അള്ളാഹു അല്ലാത്ത അവനുക്ക് അർത്ഥം ടൈമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാനത്താക്കിയാണ്. വേറൊരു മൂട്ടിಲು നമുക്ക് കാണുക സാധ്യമാവൂ. എന്തെന്നുണ്ടെങ്കിൽ അഹമ്മദ് റിപ്പോർട്ടാക്കിയ ഹദീസായിട്ടിരിക്കുന്നത്. ഈ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവൂ ജണ്ടാല വിഷയത്തിൽ. താരിഖ് ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹുടെ തൊട്ടിട്ട് മറുപടിയായിട്ടിരിക്കുന്നത്. അയാൾ ചൊല്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്തെന്നുണ്ടെങ്കിൽ ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖലൻ നാര റജുലുൻ ഫീ ദുബാബിൻ, ഒരു ഈച്ചര കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോയാ ഒരു ഈച്ചര കൊണ്ട് ഒരാൾ നരകത്തിലും പോയാ. അപ്പൊ സ്വഹാബത്ത് കേട്ടാറ് കൈഫ് കാലു കൈഫ വകൈഫ ദാലിക യാ റസൂലല്ലാഹ്,
അത് എങ്ങനെ റസൂലേ, അത് എങ്ങനെ ഓർത്ത നരകത്തും ഓർത്ത സ്വർഗത്തും ഈച്ചിര കൊണ്ടുപോയത്? قال رسول الله صلى الله عليه وسلم تنجمت مر رجلان على قوم لهم صنم لا يجاوزه أحد حتى يقرب له شيئا. രണ്ടാള് ഒരു സമുദായത്തെ ഇടയിലിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴത്തൂ അവിടെ ഒരു വിഗ്രഹം ഉണ്ട്. സാധാരണ ഇപ്പൊ ബസ്സിൽ പോകുമ്പോഴത്തൂ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോഴത്തൂ ചില റസ്റ്റയില് ചില ഡബ്ബി വെച്ചിട്ടില്ല. ആ ബസ്സിറങ്ങ അവിടെ നിപ്പാട്ടിട്ട് എല്ലായിടത്തും പൈസ എടുത്തിട്ട് അവിടെ ഇട്ട് പോണ്ടാറ് സാധാരണ കാണും. അതേപോലെ അങ്ങനത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഒരു വിഗ്രഹമുണ്ട്. ലാ യുജാവിസുഹു അഹദുൻ ഹത്താ യുഖർറിബ ലഹു ശൈഅൻ. അതിക്ക് എന്തായെങ്കിലും ഒരു ഹദിയ കൊടുക്കാണ്ട് ഒരാളും അവിടുത്തെ വിട്ടുകിടക്കുക സാധ്യയില്ല. ഫഖാലു അനക്കൽദാറിലി അഹദിഹിമാ ദന്താദിന്റെ വർത്തഖർറിബ് എന്തായെങ്കിലും കൊടു. അപ്പൊ കാലാതിൽ രണ്ടാളിൽ ഒരാൾ തൊണ്ട ലൈസ ഇന്ദി ശൈഉൻ, നന്നിട്ട് എന്തുമില്ല. ഉഖർറിബു, ഞാൻ അതൊക്കെ കൊടുക്കൂ. അവിടെ എന്നെ തൊള്ളാറ് കാലു ലഹു കർറിബു വലു സുബാബൻ, നീനൊരു ഈച്ചരായെങ്കിൽ കൊടു, എന്തായെങ്കിൽ കൊടു, കൊടുത്തിട്ട് മുന്നോട്ട് പോ. അപ്പൊ ആ വ്യക്തി ഫഖറബ സുബാബൻ ഫഖല്ലു സബീലഹു, അവനോട് ഈച്ചര അടിച്ചിക്കൊന്ന് കൊടുത്ത. അപ്പൊ ഫഖല്ലു സബീലഹു, അവനക്ക് വിട്ടാറ് നീ മുന്നോട്ട് പോകണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചൊല്ലു ഫദഖലന്നാർ, അവന് നരകത്തിൽ പോയാ. വഖാലൂ ലിൽആഖിരി കർരിബ്, രണ്ടാമത്തവനത് അല്ലാഹു ആവാം അവിടെ ഇന്നെങ്ങനെ ചൊല്ലാറ്, നീ എന്തായെങ്കിലും ആ വിഗ്രഹത്തിൽ കൊടു. ഫഖാല, അപ്പൊ രണ്ടാമത്തെ മാ കുന്തു ലി ഉഖർറിബ ലിഅഹദിൻ ശൈഅൻ ദൂനല്ലാഹി അസ്സ വജല്ല, നന്നിട്ട് എന്തുമില്ല അതിക്ക് കൊടുക്കൂ. അള്ളാഹുടെ കൂടാണ്ട് നമുക്ക് അള്ളാഹു മാത്രമുള്ള. അപ്പൊ അവിടെ ഇന്ന ആൽമാർ ഫദറബു ഉനുഖഹു, അവന്റെ കഴുത്തിൽ എന്താക്കിയാൽ അടിച്ചെടുത്താറ്, അവന്റെ കൊന്നാറ്. ഫദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിൽ പോയാ. അവിടെ ഒരു ഈച്ചരെ കൊടുത്തിട്ട് മുന്നോട്ട് പോയവനു അവന് നരകത്തിൽ പോയാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന ചെറുതായിട്ട് നമുക്ക് കണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുക, മുസ്ലിം അഹമ്മദിലെ ഹദീസായിട്ട് ഇത് നമുക്ക് മനസ്സിലാവുക എന്തിരുന്നിട്ടെങ്കിൽ അള്ളാഹു അല്ലാത്തങ്ങൾക്ക് അറിവ് കൊടുക്കുക ചെയ്യില്ല. അത് എന്തായെങ്കിലും സമം നോക്കനോടെ അവൻ അറിവ് കൊടുക്കാണ്ട് കണ്ടിട്ട് അള്ളാഹു അല്ലാണ്ട് വേറെ എന്തും ഇല്ല, ഞാൻ എന്ത് കൊടുക്കാൻ സാധ്യയില്ല എന്ന് ചെന്നപ്പ അവന്റെ അടിച്ചു കൊന്നാറ്. നബിജന്ത് ആ മനുഷ്യ സ്വർഗത്തിൽ പോയാണ്ട് പിന്നോട്ട് നടുട്ട് എന്തും ഇല്ല ചെന്നപ്പോ ഞാൻ തോന്നില്ല, എന്നെ ഒരു ഈച്ചരെ അടിച്ചു താണ്ട്. അപ്പൊ ഈച്ചരെ അടിച്ചു കൊടുത്ത അങ്ങനെ അവന്റെ പുട്ടാറ് നീ പോകണ്ട്. അവിടെ ഈച്ചക്കാതെ യോടുണ്ട് നോക്കൂ. അവിടെ നീ കൊടുക്കുന്ന വിഷയത്തിലേക്കരി, മനുഷ്യ കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റിക്കാതെ ഏറ്റിക്കരി. അപ്പൊ അത്രത്തോളോ സൂക്ഷ്മത്തെ മനുഷ്യക്ക് വേണു. അള്ളാഹു അല്ലാ തനിക്ക് കൊടുക്കുന്ന വിഷയത്തിൽ, അറക്കുന്ന വിഷയത്തിൽ, ബിസ്മികളുടെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും സൂക്ഷ്മത്തെ വേണു ചൊല്ലതായിട്ട് നമുക്ക് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എനിക്കിതിൽ എന്താക്കുക പാഠത്തിൽ നമുക്ക് വഴിപാട്ടി തന്നെ എക്സ്പ്ലനേഷൻ നമുക്ക് ഇന്ന സ്വലാത്തി വനുസുഖി, ഖണ്ഡിതമായിട്ടും നന്റെ നിസ്കാര നന്റെ അറിവുലില്ലാഹി റബ്ബിൽ ആലമീൻ അറിവ്. അതേപോലെ ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇബാദത്ത് അറിവാക്ക്. അത് നിന്റെ ഇത്തിഖാദിന് മേൽ ബന്ധപ്പെട്ടതായിരിക്കില്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായിട്ട് അവിടെ ചെന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുള്ള വിഷയം വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രത്യേക അറിവ് ഏറ്റിക്കാതെ അള്ളാഹുക്ക് മാത്രമായിട്ടിരിക്കണു. ആരെങ്കിലും ഓർത്ത
ಅಲ್ಲಾಹು ಅಲ್ಲಾತವನಿಗೆ ಅರ್ಥ ಅಂಟಾಯಂಗಿ ಅರ್ಥಿಗೆ ಪೈಸ ಕೊಡ್ತಾನಂಟಾಯಂಗಿ ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಹಾಕ್ಯಾನಂಟಾಯಂಗಿ ಅವನು ಮಲ್ಊನೈತಿಕ್ರ അവನು മൽഊനായിട്ടിരിക്കുന്ന ലാനത്ത് ആക്കപ്പെട്ട അള്ളാഹു ലാനത്താക്കപ്പെട്ട വ്യക്തികളിൽ ഒരത്തായിട്ടിരിക്കുക അവನು മൽഊനിരുന്നെങ്കിൽ അള്ളാഹു ലാനത്താക്കപ്പെട്ട വ്യക്തികളിൽ ഒരത്തവനായിട്ടിരിക്കുക. അതേപോലെ ആരെങ്കിലും അബ്ബ ഉമ്മമാർക്ക് ലാനത്താക്കിണ്ടായെങ്കിൽ അവനും മൽഊനായിട്ടിരിക്കുക. ഇത് എങ്ങനെയായിട്ട് സാഹബത്ത് കേട്ടപ്പോ നിങ്ങൾ ആരുടെയെങ്കിലും അബ്ബ ഉമ്മക്ക് നിങ്ങൾ പറഞ്ഞാറ് അങ്ങനെ നിങ്ങൾ അബ്ബ ഉമ്മക്ക് പറഞ്ഞ ഇത് നിങ്ങൾ പരപ്പാട്ടിയതല്ലേ, ലാനത്താക്കപ്പെട്ടിയതല്ലേ, അതുകൊണ്ട് നിങ്ങൾ മൽഊനിൽ പെട്ടാറ് ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തോട് ചെന്ന വിഷയം നമുക്ക് മനസ്സിൽ ಬಂತುಂಟು. അതേപോലെ ആരെങ്കിലും ഓർത്ത ദീനിൽ പുതിയ വിഷയം കൊണ്ടുവന്നിട്ടെങ്കിൽ അതിന് കൊണ്ടുവന്നെനിക്ക് സഹായ ആക്കിണ്ടെങ്കിൽ അവന്റെ മേലൂ അള്ളാഹുടെ ലാനത്തുണ്ടു എന്നിട്ട് അലി റളിയല്ലാഹുവിന്റെ ഹദീസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ചെന്നത് നാലാളെ മേല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി ലാനത്താക്കി. അയാൾ ചെന്നത് അള്ളാഹുടെ ലാനത്ത് തങ്ങളുടെ മേലുണ്ടു. ഒന്ന് ലാനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, ലാനല്ലാഹു മൻ ലഅന വാലിദൈഹി, ലാനല്ലാഹു മൻ അവ മുഹ്ദിസൻ മനസ്സിലായില്ലേ. ഓർത്ത പുതിയതായ ഒന്നൊരു കൊമ്പെന്നുണ്ടായെങ്കിൽ ദീനിലില്ലാത്ത ഒന്ന് പുതിയ കൊമ്പെന്നുണ്ടായെങ്കിൽ അത് അവന് മൽഊനായ അള്ളാഹുടെ ലാനത്തില് അവന് പെട്ട എന്നത്തെ ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാവും. അസാധ്യമാണ്. അതേപോലെ ഒരു മനുഷ്യ ഭൂമിയുടെ അലാമത്തുണ്ട്, ഭൂമിയുടെ നിശാനയുണ്ട്, അതിൽ അവൻ തപ്പാക്കിയ ബച്ചൽ ಯಾರು ಆಪರೇಟುಂಡ കുറച്ചാണ് ഓൺ പുറത്തിലിട്ടുണ്ട എന്നിട്ടായെങ്കിൽ അവനും ലാനത്താക്കപ്പെട്ടവനായിട്ടിരിക്കുക. എന്തായിട്ടിരിക്കുക ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുന്നത്. അതുകൊണ്ട് ഇത് ഉദ്ദേശം എന്തിട്ടെന്നിട്ടെങ്കിൽ നിങ്ങളെ നിലക്കാരുടെ അങ്ങനെ ജാഗ ഞങ്ങൾക്ക് അകത്തേയില്ല, അങ്ങനെ ഉള്ളിലിട്ടുള്ളൂ പാടില്ല. അത് തപ്പാട്ടുള്ളവനും അള്ളാഹുടെ ലാനത്തിൽ പെട്ടവനായിട്ടിരിക്കുക. അതേപോലെ ഇവിടെ ഒരു ഉദാഹരണം ഒരു ഈച്ചരെ കൊന്നിട്ടു അവനെന്താക്കി അത് കർപ്പനയാക്ക ഒരു വലിയൊരു സ്റ്റോറി നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവിടെ എന്തേ ഒരു ഈച്ചര സബബുള്ളവർക്ക് സ്വർഗത്തും അവർക്ക് നരകത്ത് പോയിട്ടായെങ്കിൽ ആ ഈച്ചര സബബോടെ എന്ത് ചെന്നിട്ടെങ്കിൽ ഒരു ചെറിയ വസ്തായിട്ടായെങ്കിൽ വട്ടില്ല, വലിയ വസ്തായിട്ടായെങ്കിൽ വട്ടില്ല. ഞങ്ങളുടെ ഈമാന്റെ മേലായിട്ട് ഒരു വിഷയമുള്ളത് ചിലരുടെ ഒരു ഉദ്ദേശം നമുക്ക് കൂടെ കൊണ്ടേറ്റ് ഒരു മൂമിന്റെ മനസ്സ് ശിർക്കിൽ നിന്നിട്ട് ദൂരെ വയ്ക്കണം. എത്രത്തോളം ഇതിലെ ഡാമേജ് ആവടും മനുഷ്യരെ ഹൃദയത്തിക്ക് മനസ്സിന് ചൊല്ലത്. ആ ഡാമേജ് ആയാൽ പിന്നെ അവന് മുഖാലിഫത്താവിട, അള്ളാഹുടെ വദാനീയത്തിന് മുഖാലിഫത്താവിട. അതുകൊണ്ടിട്ടായിരിക്കും ഇത്തരമായ സൂക്ഷ്മമായ വിഷയ ഉടച്ചുള്ളവു കാരണം. ശരിക്കാക്കെന്തായെങ്കിൽ ഇതിൽ നമുക്ക് വന്നവടു അവನು നരകത്തെ അദാബു മുസ്തഹിക്കായവനും ഉണ്ട്. അതുകൊണ്ട് മനസ്സിന്റെ അമലിന്റെ മക്സൂദായിട്ടിരിക്കല് മക്സൂദായിട്ടിരിക്കല് അസുഖായ വിഷയ. ഇത് എല്ലാവർക്കും ಬಂತುಂಟು. ആൻറ്റാങ്ക ഞങ്ങളെ മനസ്സിലത് ഏകദേവനായ അള്ളാഹു മാത്രമേ എന്താക്കണോ മനസ്സിൽ ഞങ്ങൾ അർപ്പിക്കണോ, ഞങ്ങൾ ഇബാദത്താക്കണോ. ഞങ്ങൾ എല്ലാ വിഷയ ആക്കുമ്പത്തും വിസ്മില്ല എന്ന് ചൊല്ലത് ഒരു കാര്യത്തെ ഞങ്ങൾ മറക്കുകീരാം. ഹിരിയത്ര അതിൽ ഞങ്ങൾ എന്താക്കണോ ബിസ്മില്ല అంటే ഏതൊരു ആഹാരാവട്ടെ, ഏതൊരു പ്രവൃത്തിയാവട്ടെ, ഏതൊരു അമലാവട്ടെ ആക്കുമ്പത്തും ബിസ്മില്ല అంటే ചൊല്ലണോ. അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് തന്ന അള്ളാഹു തങ്ങൾക്ക് അറിവ് തന്നെ ഏതേ രീതിയിലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ ആക്കുക തീര അത് ആക്കിണ്ടായെങ്കിൽ ശരിക്കായിട്ടിരിക്കല് അള്ളാഹുടെ ലാനത്തിന് മുസ്തഹിക്കായിട്ടിരിക്കല്, അള്ളാഹുടെ നരകത്തിന് മുസ്തഹിക്കായിട്ടിരിക്കല്. അത് ആൾമാർ അതുകൊണ്ട് ജാഗ്രതാക്കണം. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദ് 10ാമത്തെ വിഷയത്തിലായിട്ട് ഇത് കൊണ്ടുവന്നത് ഞങ്ങൾ ഇത് മനസ്സിലാക്കണം, പഠിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത് കൊണ്ടുവരണം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.